പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഭക്തിയോടുകൂടെ നമുക്ക് ഈ ബലി അർപ്പിക്കാം. നമ്മുടെ ഒരറിവാണ് ഈശോയുടെ പീഡാസഹന കുരിശുമരണ ഉത്ഥാനങ്ങളുടെ അനുസ്മരണമാണ് ഈ ബലിയർപ്പണം എന്നത്. ഈ ഒരു അറിവ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബലിയർപ്പണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിൽ പങ്കുചേരാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു അറിവ് നമ്മളില്ലാത്തതുപോലെ അഭിനയിച്ചാലോ അത് വലിയ തെറ്റായി. ഇനി അറിവില്ലാത്തവർക്ക് മാതൃക കാണിക്കുന്നതിന് പകരം നമ്മൾ ദുർമാതൃക കാണിച്ചാലോ ഇത് വലിയൊരു തടസ്സത്തിന് കാരണമാവും. നമുക്ക് ദൈവമേ ഞങ്ങൾക്ക് അറിവ് തരണമേ. അറിവുള്ളവരെ പോലെ അഭിനയിക്കാനും പറ്റില്ല, അറിവില്ല എന്ന് എക്സ്ക്യൂസ് പറയാനും പറ്റില്ല. ഇത് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. കർത്താവെ, നല്ല പൂർണ്ണ മനസ്സോടുകൂടെ, ശ്രദ്ധയോടുകൂടെ, ഭക്തിയോടുകൂടെ ഈ പരിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കുചേർന്ന് ഞങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം സ്വീകരിക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി അർപ്പിക്കാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസികളുടെ മനസ്സുകൾ ഒന്നായി ഒരുമിപ്പിക്കുന്ന ദൈവമേ, അങ്ങ് കൽപ്പിക്കുന്നവയെ സ്നേഹിക്കുവാനും
അങ്ങ് വാഗ്ദാനം ചെയ്തവ ആഗ്രഹിക്കുവാനുമുള്ള അനുഗ്രഹം അങ്ങ് ജനത്തിന് നൽകണമേ. അങ്ങനെ ഈ ലോക ജീവിതത്തിൻ്റെ വൈവിധ്യങ്ങളുടെ മധ്യേ എവിടെയാണോ യഥാർത്ഥ സന്തോഷമുള്ളത് അവിടെ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉറപ്പിക്കുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. പൗലോസും സിൽവാനോസും തിമോത്തിയോസും ചേർന്ന് പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്കക്കാരുടെ സഭയ്ക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് കൃപയും സമാധാനവും. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ സദാ നിങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും സ്നേഹത്തിൻ്റെ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ദൃഢമായ പ്രത്യാശയും ഞങ്ങൾ അനുസ്മരിക്കുന്നു. ദൈവത്തിൻ്റെ വാത്സല്യഭാജനങ്ങളായ സഹോദരരെ, നിങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല, ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമമായ ബോധ്യത്തോടെയുമത്രേ. നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ഞങ്ങൾ വർത്തിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. തന്മൂലം അതേക്കുറിച്ച് കൂടുതലായി ഒന്നും തന്നെ ഞങ്ങൾ പറയേണ്ടതില്ല. ഞങ്ങൾക്ക് ഏതു വിധത്തിലുള്ള സ്വാഗതമാണ് നിങ്ങളിൽ നിന്ന് ലഭിച്ചതെന്നും ജീവിക്കുന്ന സത്യദൈവത്തെ സേവിക്കുന്നതിനും അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനും വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നവനുമായ യേശുവെന്ന അവിടുത്തെ പുത്രനെ സ്വർഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനു വേണ്ടി വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ എപ്രകാരം പിന്തിരിഞ്ഞുവെന്നും അവർ ഞങ്ങളോട് വിവരിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ പുതിയ കീർത്തനം ആലപിക്കുവിൻ. വിശുദ്ധരുടെ സമൂഹത്തിൽ അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ഇസ്രായേൽ തൻ്റെ സ്രഷ്ടാവിൽ സന്തോഷിക്കട്ടെ. സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. കർത്താവ് തന്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. നൃത്തം ചെയ്തുകൊണ്ട് അവർ അവിടുത്തെ നാമത്തെ സ്തുതിക്കട്ടെ. തപ്പുകൊട്ടിയും കിന്നരം മീട്ടിയും അവർ അവിടുത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. എളിയവരെ അവിടുന്ന് വിജയമണിയിക്കുന്നു. കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. കർത്താവ് തന്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. വിശ്വസ്ത ജനം ജയഘോഷം മുഴക്കട്ടെ. അവർ തങ്ങളുടെ കിടക്കുകളിൽ ആനന്ദം കൊണ്ട് പാടട്ടെ. അവരുടെ കണ്ടങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി ഉയരട്ടെ. അവിടുത്തെ വിശ്വസ്തർക്ക് ഇത് മഹത്വമാണ്. കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. കർത്താവ് തന്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഈശോ അരുളി ചെയ്തു, കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങളതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം.
ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നരകസന്തതിയാക്കി തീർക്കുന്നു. അന്ധരായ മാർഗദർശികളെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പറയുന്നു, ഒരുവൻ ദേവാലയത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല, ദേവാലയത്തിലെ സ്വർണത്തെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ് എന്ന്. അന്ധരും മൂഢരുമായവരെ, ഏതാണ് വലുത്? സ്വർണമോ, സ്വർണത്തെ പവിത്രമാക്കുന്ന ദൈവാലയമോ? നിങ്ങൾ പറയുന്നു, ഒരുവൻ ബലിപീഠത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല, എന്നാൽ ബലിപീഠത്തിലെ കാഴ്ചവസ്തുവിനെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ്. അന്ധരെ, ഏതാണ് വലുത്? കാഴ്ചവസ്തുവോ, കാഴ്ചവസ്തുവിനെ പവിത്രമാക്കുന്ന ബലിപീഠമോ? ബലിപീഠത്തെ കൊണ്ട് ആണയിടുന്നവൻ അതിനെക്കൊണ്ടും അതിന്മേലുള്ള എല്ലാ വസ്തുക്കളെയും കൊണ്ട് ആണയിടുന്നു. ദേവാലയത്തെ കൊണ്ട് ആണയിടുന്നവൻ അതിനെക്കൊണ്ടും അതിൽ വസിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു. സ്വർഗത്തെ കൊണ്ട് ആണയിടുന്നവൻ ദൈവത്തിൻ്റെ സിംഹാസനത്തെ കൊണ്ടും അതിലിരിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു. കർത്താവിൻ്റെ സുവിശേഷമാണ് നാം കേട്ടത്. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനം നമ്മൾ ശ്രവിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. രണ്ട് പെട്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നവർ സ്വർഗരാജ്യം അടച്ചു കളയുന്നു, അതായത് നല്ലൊരു കാര്യം അനുവദിക്കുന്നില്ല, ഇനി നരകം തുറന്നു വിടുന്നു. അതാണ് അത്. നമ്മൾക്ക് പല കാര്യങ്ങളിലൂടെ നമുക്കത് ധ്യാനിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലാത്തവർ എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ കൂട്ടരെ അറിവില്ലെങ്കിലും അറിവുണ്ടെന്ന് കരുതുന്നവർ. അതായത് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ യൂട്യൂബ് വീഡിയോ ഒക്കെ ഇറക്കുമ്പോഴും അവർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൽ കണ്ടൻറ്റ് വേണം. നല്ല കണ്ടൻറ്റ് ഇല്ലെങ്കിൽ നമ്മൾ കാണില്ല. അപ്പോൾ കണ്ടൻറ്റ് ഉള്ളവർ, കണ്ടൻറ്റ് ഇല്ലാത്തവർ, കണ്ടൻറ്റ് ഉണ്ടെന്ന് നടിക്കുന്നവർ. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഇപ്പം എനിക്കെല്ലാം അറിയാം എന്ന് പറയുന്നത് ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പഠിച്ചു എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. കണ്ടൻറ്റ് കയ്യിലുണ്ടെന്ന് വിചാരിക്കുന്നവർ. ഇപ്പോൾ ചില അമ്മമാർ തിയോളജി ഒന്നും അറിയില്ല, ദൈവശാസ്ത്രം. പണ്ട് ചിലപ്പോൾ കാറ്റഗിസമൊക്കെ ഇന്നത്തതുപോലെ ആക്റ്റീവായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നും അറിയില്ല. ഇപ്പോൾ നന്നായിട്ട് കാറ്റഗിസമൊക്കെ കൊടുക്കുന്നുണ്ട്, സൺഡേ ക്ലാസ്. അപ്പോൾ ചില കാര്യങ്ങൾ, നേർച്ച കാര്യങ്ങളിലൊക്കെ ചില അമ്മമാർ അത് ചെയ്യണം, അത് ചെയ്താലേ ശരിയാവൂ. പക്ഷേ ഈശോയായിട്ടൊരു കണക്ഷൻ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഉദാഹരണത്തിന് പറയുന്നത് ഈ ദുരാചാരങ്ങൾ, അവിടെ പോയിട്ട് ചരട് കെട്ടണം, അവിടെ പോയിട്ട് ആ തൂവാല കെട്ടി തൂക്കണം, ഇങ്ങനെ പറയും. അത് ചെയ്തേ പറ്റൂ എന്ന് പറയും. പറഞ്ഞ കേട്ടാൽ ഓർക്കും ഇതെല്ലാം അറിയാവുന്ന ഒരാൾ പറയുന്ന പോലെയാണ്. അങ്ങനെ ഒരു കെണിയിൽപ്പെട്ട ഒരാൾ, ഒരു അമ്മ ഇവിടെ വന്നു, കൊച്ചിന് വേണ്ടിയിട്ടാണ്, പേരക്കുട്ടിക്ക് വേണ്ടിയിട്ടും മുത്തുക്കുട നേർച്ച നേർന്നു. അത് ഇന്നലെ പറഞ്ഞതാണ് ഞാൻ. മുത്തുക്കുട നേർച്ച നേർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിക്ക് ചുറ്റും മുത്തുക്കുടയും പിടിച്ച് പ്രദക്ഷിണം വെച്ചോളാം. അപ്പോൾ ഇവിടെ അങ്ങനൊരു നേർച്ച ഉണ്ടോ എന്ന് എനിക്ക് പോലും എനിക്കറിയില്ല. ഞാനിവിടെ വന്നിട്ട് 10 മാസമായി. അപ്പോൾ മുത്തുക്കൂട എവിടെയാണ് ഇതും പറഞ്ഞടയ്ക്കാം. അപ്പോൾ വീട്ടുകാരെ മൊത്തം പ്രശ്നത്തിലാക്കി. അത് ചെയ്തേ പറ്റൂ, മുത്തുക്കൂട, അത് ഞാൻ നേർന്നു പോയതാണ്, അത് ചെയ്തേ പറ്റൂ. വീട്ടുകാരും ചുറ്റും ഇങ്ങനെ നടക്കുക, എവിടെയാണ് മുത്തുക്കൂട. അപ്പോൾ ഭയങ്കര അറിവ് ഉള്ളതുപോലെ അഭിനയിക്കുമെന്ന് മറ്റുള്ളവരെ കെണിയിലുമാക്കും. അങ്ങനെ നമ്മൾ പലതരത്തിലത് വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ബൈബിളിൽ തന്നെ ഉണ്ട്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 1-2 വചനങ്ങൾ നമ്മൾ ശ്രവിക്കുകയാണെങ്കിൽ, ഈശോയുടെ വചനം കേൾക്കാൻ പാപികളും ചുങ്കക്കാരും അടുത്ത് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഫരിസേയരും നിയമജ്ഞരുമാകട്ടെ, ഫരിസേയരും നിയമജ്ഞരും പെറുപെറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. ഇവൻ പാപികളെ സ്വീകരിക്കുകയും
അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. ഇവർക്ക് എന്താണ് ഈശോ എന്ന് മനസ്സിലായിട്ടില്ല. കണ്ടന്റ് ഇല്ല, അവർക്ക് കണ്ടന്റ് ഒട്ടുമില്ല. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിലായവർ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അവരെ വിട്ട് സമ്മതിക്കുന്നുമില്ല. പാപികൾക്കും ചുങ്കക്കാർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങേരുടെ അടുത്ത് വന്ന് വചനം കേട്ടാൽ രക്ഷപ്പെടും എന്നവർക്ക് മനസ്സിലായി. പക്ഷേ മറ്റവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ മനസ്സിലായവർ ഈശോയുടെ അടുക്കൽ വരുമ്പോൾ മനസ്സിലാകാത്തവർ പിറുപിറുത്തോണ്ടിരിക്കുക. അതാണ് ഇളയ മകന് മനസ്സിലായി അപ്പനാണ് സ്വത്തെന്ന് മനസ്സിലായി, അവൻ പിതാവിൻ്റെ അടുക്കലേക്ക് വന്നു. മൂത്ത മകനും മനസ്സിലായിട്ടില്ല അപ്പനാണ് സ്വത്തെന്ന്. അതുകൊണ്ടാണല്ലോ അവൻ കണക്ക് പറഞ്ഞു, ഞാൻ എത്ര നാളായി നിനക്ക് ഞാൻ ദാസ്യ വേല ചെയ്യുന്നു. അവൻ പിറുപിറുത്തോണ്ടിരിക്കുക, അവന് മനസ്സിലായിട്ടില്ല. അവൻ ഇളയവൻ വീട്ടിൽ വന്നതിന് അവന് ഭയങ്കര സങ്കടം. ബർത്തമേയോസ്, മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം, ബർത്തമേയോസിന് മനസ്സിലായി അവന് കണ്ണ് കാണാൻ പാടില്ല, പക്ഷേ ഈശോ എന്നൊരു മനുഷ്യൻ ആ വഴി പോകുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പം അവൻ ഉറക്കി വിളിച്ചു, ദാവീദിൻ്റെ പുത്ര യേശുവേ, ദാവീദിൻ്റെ പുത്ര യേശുവേ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ കുറേ പേര് മിണ്ടാതിരിക്ക് എന്ന് പറഞ്ഞ് ശകാരിച്ചു. അവർക്ക് മനസ്സിലായിട്ടില്ല, അവർക്ക് ഈശോ എന്ന നിധി മനസ്സിലായിട്ടില്ല. അതാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്തവരുണ്ട്. ഒരു പാപിനി ഈശോയുടെ അടുക്കൽ വന്ന് കാല് കഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? സുഗന്ധ തൈലമൊക്കെ പൂശി തലമുടി കൊണ്ട് തുടച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അത് ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ ഒരുവൻ്റെ വീട്ടിലാണ്. അവൻ ഫരിസേയനാണ്, അവനത് ഇഷ്ടപ്പെട്ടില്ല. അവൻ പറയാണ്, ഈശോ വലിയ മനുഷ്യനാണല്ലോ, എന്നിട്ടെന്താണ് ഈശോയ്ക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ പത്രോസിനോട് പറയുന്നുണ്ട്, പത്രോസെ, ശിമയോനെ, നീ ഇത് കാണുന്നില്ലേ? അവൾ എന്നെ സ്നേഹിക്കുന്നത് കണ്ടോ? നീ ഇതുപോലെ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ തൈലാഭിഷേകം എന്ന് പറയുന്ന ടൈറ്റിലോടുകൂടി തുടങ്ങുന്ന വചനഭാഗത്തിൽ യൂദാസ്കറിയോത്ത പറയും, കാല് കഴുകി സുഗന്ധ തൈലം കൊണ്ട് പൂശുമ്പോൾ ഇത് ദരിദ്രർക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ? അവന് മനസ്സിലായിട്ടില്ല ഈശോയുടെ കാല് കഴുകുന്നത് വലിയൊരു കാര്യമാണെന്ന് മനസ്സിലായിട്ടില്ല. ഇവിടെ ദുരാചാരം ചെയ്യുന്നവരുണ്ട്, ദുരാചാരത്തിന് പ്രേരിപ്പിക്കുന്നവർ. അതായത് അത് ഒരു വരുമാന മാർഗമായിട്ട് ചരട്, ഒരു തൂവാലയുടെ അറ്റത്ത് ചരടൊക്കെ കെട്ടി അത് മരത്തെ കൊണ്ട് കെട്ടണമെന്ന് പറയും. മറ്റേ ചരട് കല്യാണം നടക്കാൻ വേണ്ടി എവിടെയെങ്കിലും കൊണ്ട് കെട്ടണമെന്ന് പറയും. മരമാണല്ലോ. അപ്പോൾ ഒരു ടീം, അവർ കത്തോലിക്കരല്ല, മറ്റൊരു വിഭാഗമാണ്. അവരും മരത്തിൽ കൊണ്ടുപോയി ചരട് കെട്ടിയിട്ട് തൂവാല കൊണ്ട് കെട്ടിയിട്ട് അവർ മരത്തെ കുമ്പിട്ട് വണങ്ങുന്നു. പ്രാകൃത മനുഷ്യരല്ലേ മരത്തെ വണങ്ങി ആരാധിച്ചുകൊണ്ടിരുന്നത്? പ്രാകൃത മനുഷ്യർക്ക് മരവും തീയും ഒക്കെ ദൈവങ്ങളായിരുന്നു. പ്രാകൃത മനുഷ്യരെ പോലെ ഈ കാലഘട്ടത്തിലും എന്താ മക്കളെ ഇങ്ങനെ ചെയ്യുന്നത്? അവർ ഇംഗ്ലീഷിലാണ് അവരോട് സംസാരിച്ചത്, മലയാളികളല്ല, ചെന്നൈയിൽ നിന്ന് വന്നവരാ. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയാണ്, ഇത് ഞങ്ങളുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണെന്ന്. തൂവാല കൊണ്ട് മരത്തിൽ കൊണ്ട് കെട്ടി കുമ്പിട്ട് വണങ്ങുന്നത് ഇത് ഞങ്ങളുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അവരാണെങ്കിൽ ഈശോ എന്ന് പറഞ്ഞ് നടക്കുന്നവരാ. ഈശോ മാതാവിനെ വണങ്ങുന്നൊന്നും ഇഷ്ടമേ അല്ല. എന്നിട്ട് ഈശോ എന്ന് പറയുന്ന ആളുകൾ അവർ മരത്തിൽ പോയി വണങ്ങുന്നു. അപ്പോൾ അവർക്ക് അറിവില്ലാത്തതാണോ അല്ലെങ്കിൽ കണ്ടന്റ് ഇല്ലാത്തതാണോ? കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടും ഉള്ളതുപോലെ അഭിനയിക്കുന്നതാണോ? അതാണ് ഈ ചില അമ്മമാർ പറയും, അവിടെ പോയിട്ട് അത് ചെയ്യണം. അവർക്ക് അറിവില്ല, പക്ഷേ ഞങ്ങൾ പറയുന്നത് എന്തോ വലിയ കാര്യമായിട്ട്. ഇത് വലിയ പ്രശ്നമാണ്. അവർ സ്വർഗരാജ്യത്തിൽ അവർ പ്രവേശിക്കുന്നുമില്ല. സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ, ഒരു നന്മയുടെ വാതിൽ അടച്ചു കളയും. എന്നിട്ട് അവരെ ബാക്കിയുള്ളവരെ കൂടി തെറ്റിദ്ധാരണ പരത്തി അവരെ നരകതുല്യമാക്കി മാറ്റുന്നു. ഇത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് കണ്ടന്റ് വേണം മക്കളെ, നമുക്ക് കണ്ടന്റ് വേണം. ഈശോയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വേണം. ഈശോയെക്കുറിച്ചുള്ള അറിവ് നമുക്കില്ലെങ്കിൽ നമ്മൾ കെണിയിൽപ്പെടും. അപ്പം ഇവിടെ അങ്ങനെ ആ ചരടൊക്കെ വിൽക്കുന്നവരും അവർക്ക് ഈശോയെക്കുറിച്ച് അറിയാവോ എന്നെനിക്കറിയില്ല. കാരണം അവർ ക്രൈസ്തവരല്ല, കത്തോലിക്കരല്ല. അപ്പോൾ അവർക്ക് ഈശോയെക്കുറിച്ച് അറിയാവോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈശോയെക്കുറിച്ച് അറിയാത്തവർ ഇത് ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ നമുക്ക് വേണ്ടി മരിച്ച് ഇങ്ങനെ കുരിശിലിങ്ങനെ നിൽക്കുകയാണ്. ഇതാ മക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈശോയുടെ മുന്നിലൂടെ നമ്മളിങ്ങനെ വേഷം കെട്ടുകൾ നടത്തുന്നു. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നമ്മുടെ തൃപ്തിക്ക് വേണ്ടി ഈശോയെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ നോക്കുന്നേയില്ല. ഇതാണ് പ്രശ്നം.
ഇത് വലിയ ഒരു കെണിയിലേക്ക് നമ്മളെ നയിക്കും. അതാണ് വലിയവൻ നമ്മുടെ മുന്നിലുണ്ട്, എന്നിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അതാണ് സംഭവം എന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ വചനം ശ്രവിക്കുമ്പോൾ നമുക്ക് നല്ല കണ്ടൻ്റുള്ള മനുഷ്യരായി മാറാം. നമ്മുടെ കണ്ടൻറ്റ് ഈശോയാണ്. ഈശോ ഇപ്പം പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട് എന്നത് അതൊരറിവാണ്, അത് കണ്ടൻ്റാണ്. ആ കണ്ടൻറ്റിൽ അപ്പത്തിനുള്ളിൽ ഈശോ എന്ന കണ്ടൻ്റ് ഉണ്ട്. അത് വിശ്വസിക്കാൻ പറ്റുന്നത് അത് ദൈവാനുഗ്രഹം. ഇനി ഈ കണ്ടൻറ്റ്, ഈ ഒരു അറിവുണ്ടായിട്ടും ദേവാലയത്തിൽ അലക്ഷ്യമായിട്ടിരിക്കുന്നതും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നതും വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നതും അറിവുണ്ടായിട്ടും അറിവില്ലാത്തതുപോലെ അഭിനയിക്കുന്നതാണോ? അല്ലെങ്കിൽ അറിവില്ലാഞ്ഞിട്ട് പ്രശ്നമുള്ളതാണോ? ഇനി മറ്റുള്ളവർക്കപ്പോൾ ദുർമാതൃക കൊടുക്കുന്നത്, ഈ കണ്ടന്റിനെ കുറിച്ച് അറിവുണ്ടായിട്ടും ഞായറാഴ്ച ആചരണം മുടക്കിക്കളയുന്നത്, എനിക്കുണ്ടാകുന്ന മക്കളെ ഞാൻ ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്തിക്കോളാമെന്ന് പറഞ്ഞിട്ട് കത്തോലിക്ക സഭയുടെ മുൻപിൽ വാക്ക് കൊടുത്തിട്ട് മക്കളൊക്കെ വലുതായി 2-3 വർഷമൊക്കെ അപ്പനും അമ്മയൊക്കെ കുമ്പസാരിക്കാതെ നടന്നു കഴിഞ്ഞാൽ എടാ പള്ളി പോയി കുമ്പസാരിക്കടാ എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ് ഉള്ളത്? അവർ ചോദിക്കല്ലേ, ഒരു അമ്മ മകനോട് പറഞ്ഞു, മകനെ നീ പോയി കുമ്പസാരിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ മകൻ തിരിച്ചു പറഞ്ഞു, അമ്മ പോയി കുമ്പസാരിക്കാതെ. അമ്മ 5 വർഷമായല്ലോ കുമ്പസാരിച്ചിട്ട്. അതാണ് കണ്ടന്റ് കൃത്യമായിട്ട് വേണം. കണ്ടന്റ് ഇല്ലെങ്കിലും കണ്ടന്റ് ഉള്ളതുപോലെ അഭിനയിക്കരുത്. നമുക്ക് ദൈവം ഒത്തിരി അനുഗ്രഹം തരട്ടെ. ഇവിടെ ഈ തീർത്ഥാടന കേന്ദ്രം എത്ര സുന്ദരമാണ്. കേരളത്തിലെ അല്ലെങ്കിൽ എത്രയോ ആളുകളാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ഇന്ത്യയിൽ ഇത്തരം മരിയൻ അഭിഷേകമുള്ള വേറെ തീർത്ഥാടന കേന്ദ്രം ഏതാണ്? എല്ലാ ദേശത്തു നിന്ന് ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ഈ തീർത്ഥാടന കേന്ദ്രം ഒരു തീർത്ഥാടനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം ഒരു ടൂർ പ്രോഗ്രാമിൻ്റെ ഒരു തലത്തിലേക്ക് തരം താഴ്ത്തിയിട്ട് മദ്യപാനവും മറ്റു തിന്മയുടെ സ്വാധീനങ്ങളിലും പെട്ട് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്. ചിലപ്പോൾ ചില ഭാര്യമാർ, വീട്ടിലുള്ള സ്ത്രീകൾ, അവർ ഇതിനൊന്നും എതിർക്കുകയല്ല. കാരണം എന്താണെന്നറിയാമോ? അവർ ഈ തീർത്ഥാടനത്തിന് കൊണ്ടുവരികയല്ല. മറ്റുള്ളവരുടെ വീട്ടിലുള്ള ചില മേധാവിത്വത്തിൻ്റെ മദ്യപാനം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അനുവാദം കൊടുത്താൽ മാത്രമേ അവരെ കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, അറിവുണ്ടായിട്ടും അറിവില്ലാത്തതുപോലെയൊക്കെ കണ്ണടച്ച് കളയുന്നു. ഇത് പലതരത്തിൽ ധ്യാനിച്ച് നമുക്ക് ഈശോ എന്ന കണ്ടന്റ്, ഈശോ എന്ന നിധിയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കാനും. അങ്ങനെ ചില ആളുകൾ, ഒരാൾ കുമ്പസാരിക്കാൻ വേണ്ടി റൂമിൽ നിന്ന് പുറത്തിറങ്ങി, വേളാങ്കണ്ണിയിലാണ്. അപ്പോൾ അവൻ ട്രൗസർ കൊടുത്താണ് വരുന്നത്. അപ്പോൾ എടാ നല്ല ഡ്രസ്സിൽ പോടാ, കുമ്പസാരിക്കാൻ പോകുകയല്ലേ. അപ്പോൾ അവൻ പറഞ്ഞു, ഇത് കുർബാനയൊന്നും അല്ലല്ലോ, ഇത് കുമ്പസാരമല്ലേ. എന്താ കുർബാനയും കുമ്പസാരവും രണ്ടും 2 കാര്യങ്ങളാണോ? രണ്ടും കൂദാശകളല്ലേ. ഒരു കൂദാശയ്ക്ക് കൊടുക്കുന്ന വെയിറ്റ്, ഒരു കുർബാന അർപ്പണത്തിന് കൊടുക്കുന്ന വെയിറ്റ്, ഒരു കുമ്പസാരത്തിന് കൊടുക്കുന്ന വെയിറ്റ്, അത് പ്രധാനപ്പെട്ടതാ. നമ്മൾ എന്തു വെയിറ്റ് കൊടുക്കുന്നുവോ അതിനനുസരിച്ച്. അവൻ ദാവീദിന്റെ പുത്രാ യേശുവേ എന്ന് വിളിച്ച് കരഞ്ഞതുകൊണ്ട് അവൻ ഈശോ എന്ന നിധിക്ക് അവൻ കൊടുത്ത വെയിറ്റ്, അതുകൊണ്ടാണ് അവൻ അനുഗ്രഹം കിട്ടിയത്. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിട്ടും ഒരു കത്തോലിക്ക വിശ്വാസിയെ പോലെ ജീവിച്ചിട്ടും ഈശോ എന്ന കണ്ടന്റിന് വെയിറ്റ് കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല എങ്കിൽ നമുക്ക് അനുഗ്രഹം കിട്ടുകയില്ല. നമുക്ക് ഈ ഒരു അന്ധത മാറിക്കിട്ടണം, ഈ ഒരു തെറ്റിദ്ധാരണ മാറിക്കിട്ടണം. നമുക്ക് നല്ല കത്തോലിക്ക വിശ്വാസികളെപ്പോലെ നാട്ടിൽ ഞായറാഴ്ച ആചരണവും കുടുംബ പ്രാർത്ഥനയൊക്കെ ആയി വന്നിട്ട് ഈ അന്യദേശത്ത് വന്നിട്ട്, മറ്റൊരു ദേശത്ത് വന്നിട്ട് അവിടുത്തെ ദുരാചാരങ്ങൾ അനുകരിക്കുന്നതും തെറ്റാണ്. നിയമാവർത്തന പുസ്തകം 18-9 വാക്യം, നിങ്ങളൊരു ദേശത്ത് വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. അതാണ് നമുക്കത് നന്നായിട്ട് മനസ്സിലാക്കാൻ. ഈശോ എന്ന ദൈവം തന്ന നിത്യജീവനെന്ന അനുഭവത്തെ, രക്ഷയെ, ഈശോ കുരിശിൽ മരിച്ച് നമുക്ക് തന്ന രക്ഷയെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതുകൊണ്ടാണ് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായതുകൊണ്ടാണ് നമ്മളോട് പോലും ചോദിക്കാതെ ദൈവപിതാവ് ഈശോ എന്ന ഒരു അനുഗ്രഹത്തെ തന്നത്. മക്കൾ നന്നാകാൻ വേണ്ടി മക്കളോട് ചോദിച്ചിട്ടല്ലല്ലോ പലതും ചെയ്തു കൊടുക്കുന്നത്. മക്കൾ നന്നാകാൻ വേണ്ടിയിട്ടല്ലേ മാതാപിതാക്കൾ ചെയ്യുന്നത്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഈശോ എന്ന നിധിയെ തന്നിട്ട് ഈശോ എന്ന നിധിയെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ആ പന്നിക്കൂട്ടിൽ കടന്ന ധൂർത്തപുത്രൻ ആരും വിളിക്കാൻ വന്നില്ല,
അവനോട് ആരും പറഞ്ഞില്ല. ആടുജീവിതം എന്ന ഫിലിമിലും ആ കഥാപാത്രത്തെ രക്ഷിക്കാൻ കുറേ ആളുകളുണ്ടായിരുന്നു, അവിടെ 2-3 പേരെങ്കിലും ഉണ്ടായി. പക്ഷെ ഇവനെ പന്നിക്കൂട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ ആരാണ് പറഞ്ഞത്? അപ്പൊ ദൈവമാണ് അവനെ നയിച്ചത്. അതുപോലൊരു ആത്മാവിൻ്റെ ഒരു നയിക്കൽ, ദൈവികമായൊരു ക്രമീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മരുഭൂമിയാകുമെന്നുള്ളിൽ നീർച്ചോലയായി നീ വരൂ. മരുഭൂമിയാകുമെന്നുള്ളിൽ നീർച്ചോലയായി നീ വരൂ. പാവനാത്മാവേ നീ വരൂ. ദൈവസ്നേഹമേ നീ വരൂ. പാവനാത്മാവേ നീ വരൂ. ഇരുളാർന്നോരൻ മനതാരിൽ മണിദീപമായി നീ വരൂ. ഇരുളാർന്നോരൻ മനതാരിൽ മണിദീപമായി നീ വരൂ. പാവനാത്മാവേ നീ വരൂ. ദിവ്യസ്നേഹമേ നീ വരൂ. പാവനാത്മാവേ നീ വരൂ. ധൂർത്തപുത്രനെ പന്നിക്കൂട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന പരിശുദ്ധാത്മാവേ, പാപിനിയായ സ്ത്രീക്ക് ഈശോയുടെ കാല് കഴുകാൻ ബോധ്യം കൊടുത്ത പരിശുദ്ധാത്മാവേ, ബർത്തമയസിന് ഈശോ പോകുന്നറിഞ്ഞപ്പോൾ ദാവീദിൻ്റെ പുത്ര എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ കൃപ കൊടുത്ത പരിശുദ്ധാത്മാവേ, ഗബ്രിയേൽ മാലാഖ വന്നപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ പരിശുദ്ധ മറിയത്തിന് കൃപ കൊടുത്ത പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും യഥാർത്ഥ ബോധ്യത്തിലേക്കും കണ്ടന്റ് യഥാർത്ഥ സ്വത്തായ ഈശോയിലേക്ക് വരുവാനും ഈശോയെ നഷ്ടപ്പെടുത്താതെ മറ്റൊരാൾക്ക് പോലും ഈശോ നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഹൃദയതാലമേന്തിനാഥ വന്നിടുന്നു സന്നിധി, കാഴ്ചയായി നിന്റെ മുൻപിൽ നിന്നിടുന്നു സാദരം. ഹൃദയതാലമേന്തിനാഥ വന്നിടുന്നു സന്നിധി, കാഴ്ചയായി നിന്റെ മുൻപിൽ നിന്നിടുന്നു സാദരം. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ഏകബലിയാൽ ദത്തെടുപ്പിൻ്റെ ജനതയെ അങ്ങേക്ക് വേണ്ടി അങ്ങ് നേടിയെടുത്തുവല്ലോ. അങ്ങേ സഭയിൽ ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദാനങ്ങൾ കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന്
നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങ് വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണമുന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവ് ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. സാധിക്കുന്ന പോലെ നമുക്ക് മുട്ടുമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ.
എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ സഹായമെത്രാനോടും സഹായരാജ്യമെത്രാനോടും വൈദികരോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച് അങ്ങേ ദാസരെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടത്തോടൊന്നായി തീർന്ന ഞങ്ങളെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവ് പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും ആമേൻ.
നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കാരുണ്യത്തിൻ്റെ സമ്പൂർണ്ണ ഔഷധം
ഞങ്ങളെ ഫലമണിയിക്കുകയും കാരുണ്യപൂർവ്വം പൂർണ്ണതയിലെത്തിക്കുകയും ഞങ്ങളെ പരിപോഷിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങനെ എല്ലാറ്റിലും അങ്ങേ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാവുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ്സു നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.